23 വർഷം പഴക്കമുള്ള ഇവനെയും കൊണ്ട് നമ്മൾ ഏകദേശം 200 കിലോമീറ്റർ ഇന്നത്തെ ദിവസം സഞ്ചരിക്കുകയാണ്. എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ യാത്ര തുടർന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരുപാട് നേരം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡാണ് ഈ റൂട്ട് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത്ര അനുഭവിച്ചു പോകുന്നത് ആദ്യമായിട്ടായിരിക്കും. കേരളത്തിൻ്റെ പച്ചപ്പും വശ്യമനോഹരതയും ഒക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിൻ്റെ മറ്റൊരു ഫീല് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഈ യാത്രയിൽ. നമ്മുടെ സ്ഥിരം റൂട്ടായിട്ടുള്ള എരുമേലിയിൽ നിന്ന് യാത്ര തിരിച്ച് കുട്ടിക്കാനം വഴി പീരുമേട് ചെന്ന് കുമളി വഴി ആണ് നമ്മൾ കമ്പംതേനിയിലേക്ക് യാത്ര പോകുന്നത്. കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതഭംഗിയും ആസ്വദിച്ച് അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ വയലോരകളും കൃഷികളും ഒക്കെ കണ്ട് നമുക്ക് മനോഹരമായിട്ട് പോകാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണ് ഈ യാത്ര. പീരുമേടിൽ നിന്ന് മനോഹരമായിട്ടുള്ളൊരു ചുരമുണ്ട്. നമ്മുടെ വയനാട് ചുരമൊക്കെ പോലെ മനോഹരമായ ഹെർപ്പിൻ വളവുകളുള്ള ഒരു ചുരം ഇറങ്ങി വേണം നമുക്ക് കമ്പംതേനി റൂട്ടിലേക്ക് ചെല്ലാനായിട്ട്. ആ ചുരം ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്നാണെങ്കിൽ ഒന്ന് വണ്ടി ഒതുക്കാനായിട്ട് ഒട്ടും സ്ഥലമില്ല റോഡിൽ. പുറകെ വണ്ടി വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒതുക്കാനായിട്ട് ഒട്ടും സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലത്തേനൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. നമ്മളിപ്പോൾ റോഡ് ആസ്വദിക്കാനും ഈ യാത്ര ആസ്വദിക്കാനുമാണ് വന്നതുകൊണ്ട് തന്നെ വണ്ടിപ്പെരിയാറും അതുപോലെ തന്നെ കുമളിയിലും ഒന്നും വണ്ടി നിർത്താതെയാണ് പോകുന്നത്. നമ്മൾ 2-3 ദിവസത്തെ ട്രിപ്പായിട്ടാണ് ഫാമിലിയായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ വണ്ടിപ്പെരിയാറും കുമളിയിലും ഒക്കെ വണ്ടി നിർത്തി കാണാനായിട്ടും അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഈ വഴി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഉള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകണം. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി നേരെ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെത്തിയപ്പോൾ തന്നെ റോഡിൻ്റെ വ്യത്യാസം കണ്ടോ. റോഡിന് വീതിയായി നാഷണൽ ഹൈവേ ആണ് ഈ കാണുന്നത്. നമ്മൾ റോഡിങ്ങനെ പരന്നു കിടക്കുകയാണ് വളരെ വിശാലമായിട്ട്. അപ്പോൾ അതിന് സൈഡിലായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. കാരണം ഇത്രയും നാളും നമ്മൾ മലകളും മരങ്ങളും മാത്രമായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് പാടങ്ങളും അതുപോലെ മരങ്ങളും പിന്നെ ഒരു ചെറിയ കുന്നുകൂടെ കണ്ടു. അത് കണ്ട് ആ കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുന്നുകളൊന്നുമില്ല, ഇവിടെ മരങ്ങൾ മാത്രം, ഇതുപോലെ പാടങ്ങളും മരങ്ങളും മാത്രമേ ഉള്ളൂ. ഈ ഒരു കാഴ്ചയാണ് നമുക്ക് പിന്നെ റോഡിൽ അങ്ങോട്ട് കാണാനായിട്ട് വരുന്നത്. ഇത്രയും വളരെ മികച്ച റോഡായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്ക് സ്പീഡ് വളരെ കൂടുതലായിട്ട് കൂട്ടാനായിട്ട് തോന്നും. പക്ഷേങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപകടങ്ങൾ, മലയാളികൾ വരുന്ന ഒരു വണ്ടികൾ ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. റോഡിൻ്റെ 2 സൈഡും മനോഹരമായ കാഴ്ചകളായതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറാമാന് എങ്ങോട്ട് ക്യാമറ തിരിക്കണമെന്ന് അറിയത്തില്ലാത്ത ആ ഒരു അവസ്ഥയിലായിപ്പോയി. ഈ ഒരു സമയം, അതായത് ഒരു 3:30 കഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ മേഘം സൂര്യനൊക്കെ അസ്തമിക്കാറായി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ കാണുന്ന കാഴ്ച ഇത്രയും മനോഹരമായിട്ടൊരു നീല കളറിലൊക്കെ ആയിട്ട് നമുക്കൊരു പ്രത്യേക ഫീല് തന്നെ ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു മഴയും കൂടെ വന്നപ്പോഴത്തേനും വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഇത്.
കമ്പത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് നമ്മൾ തേനിയിലെത്താനായിട്ട്. അപ്പോൾ കമ്പത്തേക്ക് തിരിഞ്ഞ് പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഈ മുന്തിരിത്തോട്ടവും അതുപോലുള്ള തോട്ടങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തിന് കമ്പത്ത് പോയി അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് പെരിയകുളം തേനി 53 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ വന്നപ്പോഴേക്കും കമ്പത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റായിട്ടുള്ള പച്ചക്കറി മാർക്കറ്റുകളൊക്കെ അടച്ചിരുന്നു. ജ്ഞാപകം. പക്ഷേ എങ്കിൽ ചില മാർക്കറ്റുകൾ വിപണി ഇപ്പോഴും നിലവിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് തപ്പി കുറച്ച് നടന്ന് വണ്ടി പോകാനായിട്ട് സ്ഥലം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നിട്ടാണ് ഇവിടുന്ന് 102 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് പിന്നെ മുന്തിരിത്തോട്ടം കാണാനായിട്ട് തിരികെ എത്തുകയാണ് ചെയ്തത്. പത്തനംതിട്ടയിൽ എന്തേ ഏരിയയിൽ ഗൈസ് ഇതിനകത്ത് ഞങ്ങൾ 4 പേരെ കൂടെ കയറാനുള്ള ഗൈസ് ഉള്ളു ഗൈസ്. ബാക്കി ഇങ്ങനെ ഇതും കൂടെ